Namaskaram Chelsea fans, football fans, welcome back to Chelsea Current Channel. Chelsea versus Dortmund. മറ്റന്നാളെ വെളുപ്പിന് 1:30 മാച്ച് പ്രിവ്യൂ / ഡിസ്കഷനിലേക്ക് സ്വാഗതം. ഷാജേട്ടനോടനെ തന്നെ ജോയിൻ ചെയ്യുകയാണ്. സോ മാച്ച് മറ്റന്നാളാണ്, നാളെയല്ല, മറ്റന്നാൾ വെളുപ്പിന്. ഡാർവിൻ ജാക്സ്, ഹായ്, ഹൗ ആർ യു? വെൽക്കം ബാക്ക്. Welcome back to the discussion. Next summer Chelsea ആരെയൊക്കെ സെല്ല് ചെയ്യും അതൊക്കെ കണ്ടറിയാം. ഹായ് guys, ഹായ് അജീബ്, ജോയ്സൺ, ഫർസിൻ, എവറിബഡി ഹായ്. സിനിമാറ്റിക് ലേ ഔട്ട് എന്താണ് സംഭവം? ഒരു സെക്കൻഡ്, എന്തോ സംഭവം ഞാൻ ചെക്ക് ചെയ്തു. ഓക്കെ, ഒന്നുമില്ല. എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ലേ ഔട്ട് എന്തൊക്കെയാണെന്ന് നോക്കണം. കാണ്ടെ നാളെ കളിക്കോ? ഡിപ്പെൻസ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഇഞ്ചുറി റെക്കോർഡിൽ കൂടെ പോവായിരുന്നു. കാണ്ടെ അൺഅവൈലബിൾ ആണെന്നാണ് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രീ മാച്ച് ഡിസ്കഷൻ, ഞാൻ ആ ടോപ്പിക് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, പ്രീ മാച്ച് എന്നുള്ളത്. ഡോട്ട്മൻഡ്, ചെൽസി വേഴ്സസ് ഡോട്ട്മൻഡ്. ഇവിടെ പോയി അതെ, ഞാൻ പ്രീ മാച്ചിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോ നമ്മുടെ ഇന്നലെ 7-0 ഡിസ്കഷനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അത് ഡിസ്കസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നോട്ട് ബിക്കോസ് ഓഫ് എനിത്തിങ്, കാരണം ഒരു ക്ലബ്ബ് മോശം സമയം, ഒരു പർട്ടിക്കുലർ മോശം ഇൻസിഡന്റിന് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കുന്നതിനെ കുറിച്ച് താല്പര്യപ്പെടുന്നില്ല. പ്രൈവറ്റ്ലി ഞങ്ങൾ സംസാരിക്കുന്നത് വേറെ, പക്ഷെ പബ്ലിക്കലി നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതുകൊണ്ടാണ് ഞാൻ റിവ്യൂ ചെയ്യാത്തത്. കാരണം ഇതൊരു ഓപ്പർച്യൂണിസ്റ്റിക് ആയിട്ട് ആരും കാണരുത്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ബട്ട് നമുക്ക് ഡിസ്കഷനിലേക്ക് വരാം. ഷാജേട്ടാ, വെൽക്കം ബാക്ക്. നമസ്കാരം. ബിഗസ്റ്റ് എന്നാലും നമുക്ക് ബൊറൂസിയ ഡോട്ട്മൻഡ് വേഴ്സസ് ചെൽസി, നമുക്ക് 2 ഗോൾ അടിക്കണം. അവരെ കൊണ്ട് ഗോളും അടിപ്പിക്കരുത്. നമ്മളാണെങ്കിൽ ഫെബ്രുവരിയിൽ ഡിസംബർ 1 ഗോളെ അടിച്ചിട്ടുള്ളൂ. അപ്പോ ഇനീഷ്യൽ തോട്ട്സ് എന്താണ്? ഇറ്റ്സ് നോട്ട് ആൻ ഈസി ഗെയിം. അത് 2 ഗോൾ അടിക്കാന്ന് പറഞ്ഞതിനേക്കാളും ഇത് നമ്മളിപ്പോ ഒരു ഫാൻ ബേസിൽ നമ്മൾ ഒരു ചെൽസി ഫാനിന്റെ ആഗ്രഹം, ഇപ്പൊ ഞാനൊരു ചെൽസി ഫാനാണ്, അപ്പൊ എന്റെ ഒരു ആഗ്രഹം ചെൽസി ജയിക്കണം എന്നാണ്. അത് 2 അല്ല 3 അല്ല 4 ഗോൾ എടുത്താലും ജയിച്ച് അടുത്ത റൗണ്ടിൽ കിടക്കാന്നുള്ളതാണ്. ബട്ട് നമ്മൾ കളിക്കുന്ന ടീമിന്റെ കാര്യം കൂടി നമ്മളൊന്ന് കണക്കിലെടുക്കണം. 2 ഗോൾ ഡോട്ട്മൻഡിന്റെ കൂടെ അടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 90 മിനിറ്റ്സ് അത്രയും ഹൈ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ടീമിന്റെ കൂടെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യണം, കൺസിസ്റ്റന്റ് ആയിട്ട് പാസ് ചെയ്യണം. നമ്മളെ പാസിംഗ്, ഇഫ് യു കമ്പയർ വിത്ത് ഡോട്ട്മൻഡ്, നമ്മൾക്ക് പാസിംഗ് അത്ര ക്വാളിറ്റി ഉള്ള പാസിംഗ് ഇല്ല അതിന്റെ ഇതില്. ഈ ഡോട്ട്മൻഡിന്റെ ശരിക്കും എല്ലാ കളിയും നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻ ദ ലാസ്റ്റ് 11 ഗെയിംസ്, ദാറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം ജാനുവരി, ഐ എം ടോക്കിംഗ് അബൌട്ട്. ജാനുവരിയിൽ അവർ, എനിക്ക് തോന്നുന്നത് ഡസൽഡോഫ് ആയിട്ടാണ് ഫസ്റ്റ് കളി അവർ ക്ലബ് ഫ്രണ്ട്ലി കളിക്കുന്നത്. അവിടുന്ന് മുതൽ എല്ലാ കളിയിലും they have scored minimum 2 goals. അതിൽ ചെൽസി എന്ന ക്ലബിന്റെ കൂടെ ചാമ്പ്യൻസ് ലീഗിൽ മാത്രമേ അവർ 1 ഗോൾ, അല്ല എനിക്ക് തോന്നുന്നു ഹോഫൻഹൈമിന്റെ കൂടെ 1 ഗോളിനാണ് ജയിച്ചത്. ആ 2 കളി ഒഴികെ ബാക്കി 9 കളിയിലും they have scored close to around 2 goals, 3 goals ആണ്. സോ എന്റെ ഫസ്റ്റ് ചോദ്യം തന്നെ, യെസ്, back 3 looks comfortable, back 3 looks more stable, എല്ലാം ശരി തന്നെ. I mean, it is not just we scoring 2 goals. We cannot allow them to score a goal. Right. That's the most important thing. കാരണം എങ്ങനെ കഴിഞ്ഞ മത്സരം we looked really pretty solid in terms of against Dortmund. അതും അവരുടെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം വന്നിട്ട് പ്ലേയേഴ്സ്, പ്രൊഫഷണൽ പ്ലേയേഴ്സ് ആണ്. You are playing in Europe. You are going for a European glory to be champions of Europe. ഇതിലും കൂടുതൽ ഒരു ഇൻസ്പിറേഷൻ ഒന്നും ഒരു പ്ലെയർ അല്ല. ഇപ്പൊ മുഡ്രിക്ക്, ഫോർ എക്സാമ്പിൾ, പ്ലെയർ ലൈക്ക് നോണി ഇല്ല, നമ്മുടെ എന്താ പറയുന്നത് വെസ്ലി ഫൊഫാന, ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ലോട്ട് ഓഫ് പ്ലേയേഴ്സ്, യങ് പ്ലേയേഴ്സ്. ഈ യങ് പ്ലേയേഴ്സിനെ സംബന്ധിച്ചോളം എൻസോ ഫെർണാണ്ടസ്, ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. യു ഡോണ്ട് പ്ലേ ഇൻ യൂറോപ്പ് എവരിവെയർ. സി, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വൺ തിങ്. നമ്മളെല്ലാ ഫാൻസും മനസ്സിലാക്കേണ്ടത്, in Europe itself there are close to around 40,000 clubs, but only 32 clubs are playing in European Championship. So it's a huge honor ആണ്. അപ്പോൾ അതിൽ കളിക്കുമ്പോൾ തന്നെ അതിൽ ഇപ്പം ഒരു നോക്കൌട്ട് സ്റ്റേജിലെത്തി, യു ഹാവ് an opportunity to go into the quarter final എന്ന് പറയുന്നതിന്റെ ഒരു ഇൻസ്പിറേഷൻ ഒരു പ്ലെയർക്ക് ഇല്ലെങ്കിൽ ആ പ്ലെയർ then you cannot, what better motivation you want. ഞാനും ശ്രീകാന്തൊക്കെ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് കളിക്കുകയാണെങ്കിൽ
What better motivation you want other than that you're playing in the championship like that? So അതെനിക്ക് തോന്നുന്നില്ല. But the biggest challenge will be the defense. Defense വന്നിട്ട് കുറച്ചും കൂടി solid ആയിരിക്കണം. Even though back three കളിച്ചാലും, I have a general opinion that they will line up most probably a 4-1-4-1 formation. If Chelsea are going to play a 3-4-2-1 or a 3-4-1-2, whatever you call it. And my gut feeling is, as expected, Nicholas Sule and Schotterberg will come into the defense, center of the defense. Emre Can will be the main person. Can is going to completely stay right behind Bellingham, Ozan, Reyes and Brand, and then Sebastian Haller. Sebastian Haller will again start. That's what I feel. So that attacking lineup of Bellingham, Brand and Reyes, that has got consistency in the final third. That is the high point. അവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, we are up against a team that has got consistency at the highest level. Let us not work on that. ഓപ്പൺ പ്ലേയില് ശ്രീകാന്ത്, ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഓപ്പൺ പ്ലേയില് 32 ഗോള് ലീഗിൽ മാത്രം അടിച്ച ഒരു ടീമാണ് ഓപ്പൺ പ്ലേ. ഓക്കെ, ആൻഡ് ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ ഹ്യൂജ്, എന്താ പറയുക, വലിയൊരു ഫാക്ടറാണ്. നമ്മളെ ഒരു ഗോൾ സ്കോറിംഗ് പോയിന്റ് നോക്കണം. യു ഗോട്ട് പീപ്പിൾ ഹു ക്യാൻ അസിസ്റ്റ്. ബ്രാൻഡ്, ബെല്ലിംഗം, ഗറേറോ എല്ലാം അസിസ്റ്റിന്റെ ഇതിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. റേറ്റിംഗ്സിൽ പോലും, if you look at the stats in terms of goals scored, they are right behind Bayern at 7.06. Goals per match, they are right behind Bayern at 2. Goals conceded, they are at third at 1.2. That means they don't concede more than 1 goal in a match. They don't concede. Chelsea will have to score 2. നേരത്തെ ശ്രീകാന്ത് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞത് we will have to score 2 എന്നാണ്. They don't concede that. Here comes the interesting stats. Their average possession, even in the last 15 minutes of the game, is 57%. That means they control the game. So it's not an easy job. Chelsea fans പറയുന്ന പോലെ, we are not against എന്താ പറയാ ഒരു good team. We are against one of the form team. Good team എന്ന് പറയുന്നേക്കാളും we are up against a very form team. It's a tough job. Midfield has to play well. If Kovacic and Enzo are going to play in the middle, they have to completely control it by moving the ball fast. If you move the ball fast, you get into it. എന്നെ സംബന്ധിച്ചോളം ചെൽസിക്ക് നാളത്തെ മത്സരം ആദ്യത്തെ 45 മിനിറ്റേ ഉള്ളൂ. രണ്ടാമത്തെ 45 ഞാൻ കണക്കിലെടുക്കുന്നില്ല. കാരണം ആദ്യത്തെ 45 മിനിറ്റിൽ ഒരു റിയാക്ഷൻ, ഒരു ഗോൾ അടിക്കുക, എന്നിട്ട് 1-1 ആക്കുക, അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഇസ്. ഈ 2 അടിക്കാൻ പറ്റിയ 2 അടിക്കുക. ഒരു ഗോൾ അടിക്കാൻ പറ്റുകയാണെങ്കിൽ then the second half changes, because the opponent is on pressure, because they are away from home. They know that even the extra time is away from home, so they will come out and play more attacking. But if Chelsea fail to score in the first 45 minutes, I repeat, വേണ്ടിക്കിത് എവിടെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ ശ്രീകാന്ത്. If Chelsea fail to score in the first 45 minutes, I can't see them scoring 2 goals in the next 45 minutes. That won't happen. കാരണം then what do you call it as Borussia is so good in that because of their possession we may not get control of it. First 45 minutes, നമുക്ക് നാളെ 90 മിനിറ്റ് കളിയില്ല, നമുക്ക് നാളെ 45 മിനിറ്റേ ഉള്ളൂ. 45 മിനിറ്റിൽ നമ്മൾ ഒരു ഗോളെങ്കിലും തിരിച്ചടിച്ചിരിക്കണം. മറിച്ച് രണ്ടാമത്തെ ഹാഫിലാണ് 2 ഗോളും അടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. So what's your predicted lineup? ആകാശിന്റെ ഈ ഒരു പോയിന്റോട് കൂടെ ചേർത്തിട്ട് ഞാൻ പറയുകയാണ്. എന്തായിരുന്നു പോയിന്റ്? അത് ശ്രീകാന്ത് ഒന്നും ഞാൻ അത് വായിച്ചില്ല. അതായത് പുള്ളിക്കാരൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഡ്രിക്കിനെ കളിപ്പിക്കണം. കാരണം സൂലെ ഒരു സ്ലോ ഡിഫൻഡർ ആയതുകൊണ്ട് നമുക്ക് അവിടെ മുഡ്രിക്കിനെ കളിപ്പിക്കാൻ ഒരു ആവശ്യമുണ്ട് എന്നുള്ളതാണ് പുള്ളിക്കാരൻ പറയുന്നത്. ബട്ട് ഐ എം നോട്ട് ഷുവർ ഈ മുഡ്രിക്കൊക്കെ പുള്ളി കളിപ്പിക്കുമെന്നുള്ള എനിക്ക് വലിയൊരു കോൺഫിഡൻസ് ഇല്ല. ഈ സൈനിങ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി, ഇതൊന്നും ഗ്രഹാം പോട്ടർ ചോദിച്ചു വന്ന സൈനിങ് അല്ല. ഇതൊക്കെ ക്ലബ്ബ് പോയിട്ട് എന്താ പറയുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, പഴയ പ്ലേയേഴ്സിന് പുതിയ യങ് പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് ബിൽഡപ്പ് ചെയ്യാനുള്ള ആ ട്രാൻസ്ഫോർമേഷനിൽ വന്നതാണെന്ന് എനിക്ക് മനസ്സിലായത്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ കം ഓൺ ദാറ്റ്. മൈ ലൈനപ്പ്, എന്റെ ലൈനപ്പ്, വി ഷുഡ് സ്റ്റിക്ക് വിത്ത് ദ 3-4-2-1 ഫോർമേഷൻ. 3 at the ബാക്കിൽ ഞാൻ കളിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, I will play Chalaba on the right hand side, Koulibaly in the center, and Wesley Fofana on the left. This is my back three. Middle 4 will be
On the left, Reece James. On the right, Reece James. On the left, I will play Ben Chilwell. And right in the middle, I will play Kovacic and Enzo up front. And Kovacic Enzo Zakaria? No, I won't play Zakaria because in the Kovacic because Enzo needs a breathing space. Because he will have to drive the ball a lot of times forward. So, ചില സമയം കുറച്ചൊന്ന് എനർജി ജാപ്പ് ആവും. അപ്പം ആ റോള് ടെമ്പററി ഒന്ന് ബോൾ ഫ്രണ്ടിലേക്ക് കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റിയത് എനിക്ക് ഒന്ന് കൊവാസിച്ച് ആയിരിക്കും. സോ ഐ വുഡ് പുട്ട് ആൻഡ് ഓൾസോ അവർക്ക് അത്ര ഹൈറ്റ് ഉള്ള പ്ലേയേഴ്സ് ഇല്ല. സോ ഇറ്റ്സ് ഫാർ ബെറ്റർ ഹാവിംഗ് കൊവാസിച്ച് ആൻഡ് എൻസോ ഇൻ ദ മിഡിൽ. Front three, that's another huge debatable. I will definitely play Raheem Sterling. If somebody is going to score goals, it has to be Raheem Sterling. Raheem Sterling and Felix Orpicho. See, if I am given an option, I will play Felix as a what do you call it? Half 9, half 10. Probably you can call 9.5. I will play him as a 9.5 and I will bring Mason Mount and Sterling into it. In the reason ഞാൻ പറഞ്ഞുതരാം. മൗണ്ടിനെ ഞാൻ കൊണ്ടുവരാനുള്ള ഒരു ഇതെന്ന് പറഞ്ഞാല് ഇപ്പൊ നേരത്തെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞ പോലെ നിക്കലസ് സുലെ doesn't have speed. Shutterback has got a big problem. He is predominantly a right-footed player. If the ball goes on its left foot, if you press, there is a possibility you can get the ball. Instead of Havertz, I will play 9.5 Sterling. Joe Felix ne kalpichittu. I will have. Mason Mount illa. Mason Mount suspended. Suspended ആണ്. suspended ആണ്. ശരിയാ Mason Mount suspended ആണ്. ഞാനത് വിട്ടുപോയിട്ടോ. എനിക്ക് മേസൺ മൗണ്ട് ഇല്ല എന്നുള്ളത് ഓർമ്മയുണ്ടായിരുന്നു. പക്ഷെ അത് സഞ്ജയ് പറയുന്നുണ്ട് മേസൺ മൗണ്ട് ഇല്ല എന്നുള്ളത്. താങ്ക്സ് സഞ്ജയ്. അല്ല, മേസൺ മൗണ്ട് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ ഓപ്ഷൻ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ പറഞ്ഞില്ലെങ്കിലും പറഞ്ഞാലും ബൈ ഡിഫോൾട്ട് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി കായ് ഹാവർട്സ് ഓൺലി. ദർ ഈസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഇൻ ദാറ്റ് കേസ് ഇറ്റ് ഈസ് കായ് ഹാവർട്സ് ആണെങ്കിൽ മൗണ്ട് കളിക്കില്ല, മൗണ്ട് ഇല്ലാത്ത സ്ഥിതിക്ക്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് സ്റ്റെർലിംഗ് ആൻഡ് ജോ ഫെലിക്സ് ആൻഡ് ഹാവർട്സ് ആണ് വരുന്നത്. ബട്ട് ഇത് ഗോൾസ് ഇല്ല, അതിലൊന്നും ഗോൾ വരാൻ ആ ഒരു പാറ്റേണിൽ ഗോൾ അടിക്കുകയാണെങ്കിൽ ഈ ജോ ഫെലിക്സ് ഒന്നാമത് ഭയങ്കര അൺലക്കിയാണ്. ഇന്ന് മെഞ്ഞാന്നും കൂടി ആ പോസ്റ്റിൽ അടിച്ച് പുറത്തു വന്നു ബോൾ. അവന്റെ അടിയൊക്കെ കുറെ പോസ്റ്റിലൊക്കെ കൊണ്ട് അല്ലെങ്കിൽ നല്ല സേവ് ഒക്കെ വരുന്നുണ്ട്. ഈ സ്റ്റെർലിംഗും ഹാവേർട്സ് ഒന്നും ഗോൾ അടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹാവേർട്സിനൊക്കെ എന്തുകൊണ്ട് മുഡ്രിക്കിനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല? ഇറക്കില്ല എന്നുള്ളതാണോ അതോ വേണ്ട എന്നുള്ളതാണോ? അല്ല, ഐ തിങ്ക് ഇറക്കാണെങ്കിൽ പുള്ളി നേരത്തെ കളിയിൽ ഒരു 15-20 മിനിറ്റ് എങ്കിലും കൊടുക്കണമായിരുന്നു. ഐ തിങ്ക് ദ ഗൈ വിൽ നോട്ട് ഹാവ് കോൺഫിഡൻസ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു ക്രഞ്ച് ഗെയിമാണ്. ഇതൊരു ഹ്യൂജ് ഗെയിമിൽ ഒരു യങ് പ്ലെയറിനെ കൊണ്ടുപോയിട്ട് പ്രഷർ കൊടുത്ത് ഇറക്കുന്നതിൽ ഞാൻ ഒട്ടും താല്പര്യപ്പെടുന്നില്ല. ഐ വുഡ് റാദർ ഗോ വിത്ത് സ്റ്റെർലിംഗ് ആൻഡ് എക്സ്പീരിയൻസ് ആണ് സ്റ്റെർലിംഗ് ആൻഡ് ജോ ഫെലിക്സ്. ജോ ഫെലിക്സ് പിന്നെ അത്ലറ്റിക്കോ മെഡ്രിഡിന് വേണ്ടി ഒരുപാട് ക്രഞ്ച് ഗെയിംസ് കളിച്ചിട്ടുണ്ട്, എസ്പെഷ്യലി ചാമ്പ്യൻസ് ലീഗ്. സോ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. കായ് ഹാവേർട്സ് പിന്നെ പറയണ്ട, നമ്മളെ ജനറേഷണൽ ടാലന്റ് ആൻഡ് ബിക്കം ആൻ ഇറേഷണൽ ടാലന്റ്. ഇപ്പൊ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഗോൾ അടിച്ചതാണ്. അതുകൊണ്ട് ഐ വുഡ് റാദർ പ്ലേ വിത്ത് ദാറ്റ്. പിന്നെ ഇതിൽ വേറൊരു കാര്യം ശ്രീകാന്ത്, നമ്മളെ ഫാൻസ് പലപ്പോഴും ഗ്രൂപ്പിൽ മറന്നു പോകുന്നുണ്ട് ഒരു കാര്യം. നമ്മൾ നാളെ ജയിക്കും ബാക്ക് സ്ട്രോങ് ആന്ന് പറയുന്നുണ്ട്. ഇഫ് യു റിമെമ്പർ ദാറ്റ് ഫസ്റ്റ് ഗെയിം, ആ ഫസ്റ്റ് കളി ഉണ്ടല്ലോ, നമ്മള് തോറ്റ കളി 1-0 തോറ്റല്ലോ ബോറിസിയയിൽ പോയിട്ട്. ഇതില് തിയാഗോ സിൽവയുടെ കോൺട്രിബ്യൂഷൻ ഭയങ്കര ഹ്യൂജ് ആയിരുന്നു കേട്ടോ. യു ആർ ഗോയിങ് ടു മിസ് ഹിം ബാഡ്ലി. നമ്മളെ വിചാരിക്കാവുന്നതല്ല. കാരണം എന്ന് പറഞ്ഞാലേ ഈ കൊലിബാലി എന്ന് പറഞ്ഞ പ്ലെയർ നാളെ ഫില്ല് ചെയ്യാൻ പോകുന്ന ഷൂസ് അഗൈൻസ്റ്റ് എ ഫോം ടീമിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ഓൺ ദാറ്റ് ഡേ ആണ്. അന്ന് ശരിക്കും നന്നായി കളിച്ച ഒരുപാട് കളിക്കാരിൽ ഒരു എടുത്തു പറയേണ്ട കളിക്കാരൻ സിൽവയായിരുന്നു അന്ന് തോറ്റെങ്കിലും. അപ്പൊ സിൽവയുടെ സ്ഥാനമാണ് നാളെ കൊലിബാലിക്ക് വരുന്നത്. അപ്പൊ അത് അങ്ങനെ എന്താ പറയാ, ഒരു ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഒരു ഫ്ലാഷ് ഇൻ ദ പാൻ പോലെ അങ്ങ് വന്ന് കളിക്കാൻ പറ്റുന്ന ഒരു ഇതല്ല. ഹി വിൽ ഹാവ് എ ഡിഫിക്കൽട്ട് ടാസ്ക് ആൻഡ് ഹി വിൽ ഹാവ് ടു പെർഫോം. ഹി വിൽ ഹാവ് ടു പെർഫോം എക്സീഡിംഗ്ലി വെൽ ഓൺ ദാറ്റ് പോയിന്റ്. ഡിഫിക്കൽട്ട്. അതുപോലെ couple of questions. Any chance of Ziyech, Pulisic playing? Ziyech will come. It depends upon the situation. ഞാൻ പറഞ്ഞില്ലേ, for us, എന്നെ സംബന്ധിച്ചോളം 45 minutes is crucial, Srikanth. If you can't score in the first 45 minutes,
you won't win. You won't win. Take it from me, it will be difficult. Because see, basically teams, nalla formal teams counter ചെയ്യും. It's easy to play. It's easy to play the next 45 minutes because they know that you'll have to score 2 goals. Max to max, you can score 1 goal and take it into an extra time. ഇതിൽ പ്രോബ്ലം എന്താ പറയാ, ഞാൻ എപ്പോഴും മനസ്സിൽ കരുതുന്ന ഒരു കാര്യമുണ്ട്. Penalty shootout at your home ground is always been a curse as far as Chelsea is concerned. ചെൽസിക്ക് എപ്പോഴും പെനാൽറ്റി ഷൂട്ടൗട്ട് അവൈൽ എടുക്കുന്നേ ബെറ്റർ. ഈ ഹോമിൽ ചെൽസി സ്ട്രഗിൾ ചെയ്യും പെനാൽറ്റി ഷൂട്ടൗട്ട്. അപ്പൊ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം അവിടം വരെ ഒന്നും പോകരുത്. വി ഷുഡ് സ്കോർ ഇൻ ദ ഫസ്റ്റ് ഹാഫ് ഇറ്റ്സെൽഫ് ആൻഡ് ഇഫ് പോസിബിൾ ദെൻ ടേക്ക് ഇറ്റ് ഇൻ ദ സെക്കൻഡ് ഹാഫ്. ബട്ട് ഫസ്റ്റ് ഹാഫിൽ ഒന്നും അടിച്ചില്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് ഭയങ്കര പ്രശ്നമായിരിക്കും. അതിന്റെ ഒരു അഡിയമി ഈസ് ഔട്ട്. യാ കറക്റ്റ്. ഒരു ചെറിയ പോയിന്റ് ക്ലാരിഫൈ ഉണ്ട്. സി മുഡ്രിക് ഗോട്ട് എ സ്റ്റാൻഡിംഗ് ഒവേഷൻ ഇൻ ബെർണബാവ്, ഇല്ലാന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷെ at that point of time he was playing for Shakhtar where the expectations were in that high. So ഇവിടെ expectations are high, pressure is by default high. അല്ലാണ്ട് പുള്ളിക്കാരനൊരു അതെ ആകാശ് പറയുന്ന പോയിന്റ് കറക്റ്റ് ആണ്. He got a standing ovation in Bernabeu. I mean, he played brilliantly against Real Madrid. But Graham Potter doesn't have confidence. Potter is not confident about that guy. അപ്പൊ നമ്മള് അതില് വേറെ പറയുന്നില്ല. Potter, it looks to me that Mikhailo Mudryk is a signing of Todd Boehly. It's not a signing of Graham Potter. It's very evident. So it takes time. Noni Madueke ഒരു എന്താ പറയുക, ഒരു സൂപ്പർ സബ്. അയാൾ നമ്മൾ മെയിൻ ഫസ്റ്റ് 11 പ്ലെയർ ആയിട്ടൊന്നും നിങ്ങൾ കാണണ്ട. അടുത്ത സീസൺ ക്രിസ്റ്റഫർ എൻകൂണു എല്ലാം വരുമ്പോൾ മഡുവൊക്കെ വിൽ ഓട്ടോമാറ്റിക്കലി ബിക്കം നമ്മളെ പണ്ടത്തെ ശ്രീകാന്തിനെ ഓർക്കുന്നുണ്ടോന്നല്ല, സാലമൻ കലുവൊക്കെ ഇല്ല, അതേപോലെ ഒരു സൂപ്പർ സബാണ് മൊഡുവൊക്കെ. മൊഡുവൊക്കെ ഒന്നും ഫസ്റ്റ് 11 റെഗുലർ ആയിട്ട് ഇഞ്ചുറി ഉണ്ടെങ്കിൽ കളിക്കാന്നല്ലാതെ ക്രിസ്റ്റഫർ എൻകൂണു ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ മൊഡുവൊക്കെ ഒന്നും നോക്കണ്ട. നമ്മള് ബെഞ്ചിലിരുത്തുക, ലാസ്റ്റ് 10-15 മിനിറ്റിൽ ഒരു ഇമ്പാക്ട് പ്ലെയർ ആണ്. കാരണം അത് അങ്ങനെ കളിക്കുന്ന ഒരു കംഫർട്ട് പുള്ളിക്ക് ഉണ്ട്. ഞാൻ കാണുമ്പോൾ എല്ലാം കഴിഞ്ഞ കളിയിലും പുള്ളി കുറച്ചു നേരം വന്നെങ്കിലും കുറച്ചൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ പോട്ടറിനെ സംബന്ധിച്ചോളം പുള്ളിയുടെ ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു എത്തും പൊടിയും കിട്ടില്ല. പണ്ട് എന്താ പറയുന്ന കൊച്ചിൻ ഹനീഫയുടെ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നും കൊച്ചിൻ ഹനീഫ സീരിയസ് റോളാണ് ചെയ്യുന്നത്, കോമഡി റോളാണ്, അത്രയും കൺഫ്യൂസിങ് ആയിരിക്കും ചില പടങ്ങൾക്ക്. അതുപോലെയാണ് ഈ ഗ്രാം പോട്ടർ. ഈ എന്താണ് ചുപ്പമേക്കവ എന്ന് പറഞ്ഞ ആ പ്ലെയറിനെ കഴിഞ്ഞ ദിവസം അയാൾ എന്തിനാ കൊണ്ടുവന്നതെന്ന് എനിക്ക് പോലും അറിയില്ല, ആർക്കും അറിയില്ല. ഞാൻ കുറെ പേരോട് ചോദിച്ചു, എന്തോ വന്ന് നടുക്ക് വന്ന് അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെ കളിച്ച്. ലാസ്റ്റത്തെ 2 സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ എന്ന് പറഞ്ഞാൽ ചുമ്മാ എന്തോ ഇറക്കിയ പോലെയാണ്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇറക്കുന്നത്? അതൊക്കെ രക്ഷപ്പെട്ടു പോകുന്നതാണ്. കാരണം എന്ന് പറഞ്ഞാല് അത് ഇത് ആളുകൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ തിരിച്ചടി കിട്ടും, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. കാരണം എന്ന് പറഞ്ഞാല് റോങ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ എന്തോ ഒരു സമയങ്ങളിൽ നമുക്ക് നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട്, റെഡ് കാർഡ് കിട്ടും, അല്ലെ പെനാൽറ്റി കൊടുക്കും. അപ്പം അങ്ങനെയുള്ള ഇതില് ഐ തിങ്ക് അറിയില്ല, പുള്ളി എന്തായാലും മുഡ്രിക്കിന് എന്തായാലും എനിക്ക് തോന്നുന്നില്ല പുള്ളി സ്റ്റാർട്ട് ചെയ്യും. When Nkunku comes and if we sign Felix, will we have the space for him? അല്ല ഷാജേട്ടാ, സുഹേൽ പറയുന്ന പോലെ ഷാജേട്ടന് മാത്രമല്ല കാർണെ ചുക്കോവയ്ക്ക് പോലും മനസ്സിലായിട്ടില്ല അവൻ എന്തിനാ ഇറങ്ങിയെന്നുള്ള അവസ്ഥയാണ്. അല്ല അത് ആ സബ്സ്റ്റിറ്റ്യൂഷൻ സുഹേൽ പറയുന്ന പോലെ തന്നെ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ എന്താന്ന് ആർക്കും മനസ്സിലായില്ല, എന്തിനാ വന്നതെന്ന് അറിയില്ല. കാരണം ആ പയ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബോളിന്റെ പിറകെയൊക്കെ ഓടുന്നുണ്ട്. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ? അവന് ഡിഫൻസീവ് റോളാണോ, അവന് ഫ്രണ്ടിൽ ഒരു പ്രസ് ആണോ, അല്ലെങ്കിൽ മിഡിലിരിക്കുന്നവർക്ക് ഒരു സപ്പോർട്ടാണോ, ഒന്നും അറിയില്ല. ചുമ്മാ അങ്ങ് വന്ന് എന്തോ ഒരു ഇത് കാണിച്ചു എന്നല്ലാതെ ചില സബ്സ്റ്റിറ്റ്യൂഷൻ അത് ഇമ്പാക്ട് ഇല്ല. കാരണം എന്ന് പറഞ്ഞാല് ഈ നമ്മൾ പറയില്ല കുരങ്ങിന്റെ കയ്യിൽ പൂമാല കിട്ടിക്കഴിഞ്ഞാൽ കുരങ്ങിന് മാല എന്ത് ചെയ്യണം എന്നറിയില്ല. അതുപോലത്തെ അവസ്ഥയാ പോട്ടറിന് ഇപ്പം ബെഞ്ചിൽ ഒരു 10 വേൾഡ് ക്ലാസ് പ്ലെയർ ഉണ്ട്. അപ്പൊ പോട്ടറിന് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ഇനി അബദ്ധവശാൽ മിക്കവാറും പുള്ളി മെന്റിനെയും കൂടി ഗ്രൗണ്ടിൽ ഇറക്കിയിട്ട് നീ ഒന്ന് കെപ്പയുടെ അടുത്ത് പോയി നിൽക്കുമോ എന്ന് പറഞ്ഞാലും അതിശയപ്പെടാനില്ല. രണ്ടുപേരും പോയിട്ട് പോസ്റ്റിൽ ഇരുന്നോന്ന് പറയാം. കാരണം ആ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എന്ന് പറഞ്ഞാല് ഇമ്പാക്ട്ഫുൾ അല്ല, ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നില്ല പുള്ളി. അതൊരു എന്താ പറയാ ഒരു വറിയിങ് സൈനാണ് പോട്ടറിനെ സംബന്ധിച്ചോ. പിന്നൊരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് ഒബാമയങ്ങിനെ ഡ്രോപ്പ് ചെയ്ത് ഇഫ് ദി ഐഡിയ വാസ് നോട്ട് ടു പ്ലേ മുഡ്രിക്? എന്താണ് അപമയം ഡ്രോപ്ഡ്? മനസ്സിലായില്ല ചോദ്യം ഒന്ന് പറയാം. UCL ഒബാമയങ്ങിനെ ഡീ രജിസ്റ്റർ ചെയ്തിട്ടാണല്ലോ മുഡ്രിക്കിനെ ഇറക്കിയിരിക്കുന്നത്. അതെ, അപ്പൊ ഒബാമയങ് ഇല്ല.
So why would he keep him? പുള്ളി കളിപ്പിക്കുകയാണെങ്കിൽ പുള്ളി കഴിഞ്ഞ കളി കളിച്ചാണ്. I don't think he will play. He will be in the bench, but it is very clear it is going to be Sterling on that side because Sterling looks back on form. Sterling is slowly getting into the ഒരു വിന്റേജ് സ്റ്റെർലിംഗ് ഉണ്ടല്ലോ, 1-on-1 എടുത്തുകൊണ്ട് അകത്ത് വലിച്ചുകൊണ്ട് പോകുന്ന ആ സ്റ്റെർലിംഗിന്റെ ഒരു വിന്റേജ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത് വരുമെന്ന് തോന്നുന്നില്ല. അതിന്റെ ഇടയ്ക്ക് ആരോ ശ്രീകാന്ത് somebody is asking who is an out and out striker whom you would go and buy എന്ന് പറഞ്ഞിട്ട് I think somebody has asked, I think, ഇല്ലേ? Suhail. I'm out. Suhail, there are a lot of good strikers which are coming up. I mean, Thuram obviously is coming on a free transfer, but I'm not sure. He might be going to Italy. If, in my opinion, if you want to sign a striker ideally suited for English football, I will go for Vlahovic because of his physicality, because of his movement, and because he takes low time fraction to lift the leg and shoot. He's that sort of a striker who doesn't take too much of time to shoot, and he's not a tap-in merchant. There are strikers on the box il maatre tap-in cheyullum. Vlahovic can really swing the ball, to the angle. So if we are really going for a striker, I think he is my best striker. Lukaku ഉണ്ട് അതുപോലെയാണ് എമിലി ചോദിക്കുന്നത്. Lukaku, see, the problem is Lukaku has got a mental problem. The Lukaku problem is not Chelsea's problem, personal problem. Lukaku doesn't want to play under certain type of football. Lukaku is more of a poacher. Lukaku inside the box is very good. How many goals Lukaku scores from outside the box? Very rarely he scores. Inside the box, 18-yard box, he's a brilliant striker. But we don't need a striker inside the box. Because now, namakkulla team next season, you have Christopher Nkunku, you have Sterling, you have what you call it as Mudryk. All these players can get inside the box and score, and they can also score from outside. They are very good in curling the ball. So we need somebody who can release these players. So it's not about getting into the box and scoring. We need somebody who can score from outside also, because in low block teams, sometimes you'll have to take a lot of long range shots and long shots. അത് പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. Lukaku has a mental problem 3 മാസം ആവുന്നതിന് മുന്നേ അല്ല, അത് it was expected. Here's a big question. Nkunku വന്നു കഴിഞ്ഞാൽ would we retain or would we bid for Felix? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ it is tough. They both are similar players. They're similar players. They are very mobile. They are very probably Nkunku doesn't have the craftiness or the gravity of low center in compared to Joe Felix. But I can't see if Nkunku comes, Joe Felix might not happen. It might be on a window. അങ്ങനെ നടക്കണ്ടെങ്കിൽ Joe Felix should have a fantastic season next 10 ഇനി എത്രയാണ് ക്ലോസ് ടു അറൗണ്ട് ലീഗിൽ തന്നെ ഉണ്ട് 12 കളി. ചാമ്പ്യൻസ് ലീഗ് വി ഡോണ്ട് നോ. ആ കളിയിലൊക്കെ ഒരു എക്സീഡിംഗ് പെർഫോമൻസ് ചെയ്ത് കഴിഞ്ഞാൽ probably we will go for Felix. Otherwise I think Felix will end up in the loan. ആ ലോൺ ട്രാൻസ്ഫറോടെ തീരുന്നാണ് എനിക്ക് തോന്നുന്നത്, because Nkunku is almost a similar type of player, so we may not go for it. ഒരു point. So maybe Felix and Mudryk fighting for the left wing back position, left winger position, Nkunku as a striker, ആ ഒരു പോസിബിലിറ്റി കാണുന്നുണ്ടോ? പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, ഫെലിക്സിനെ എൻകുങ്കുവിനെ കളിക്കുമ്പോൾ then the problem is you cannot get Sterling into the lineup. And what will you do with your favorite player, Kai Havertz? We have to play him somewhere. എവിടെയും കളിപ്പിക്കാൻ പറ്റാതെ വരും. പുള്ളിക്കാരൻ ഗോൾകീപ്പറുടെ എടുത്താ Kai Havertz എവിടെ കളിപ്പിക്കും? No, somebody has to play him at some position, isn't it? അപ്പൊ അത് കാണ്ടെ ഇറങ്ങാൻ ചാൻസ് ഉണ്ടോ? എങ്ങനെ കാണ്ടെ? No chance. I don't think he will start tomorrow. If at all he plays, he will play as a late substitute, but not at the first level, because let's not forget that he is up against one of the finest ball passing midfielder in world football at the moment, Jude Bellingham. Bellingham has got a range of passing, and he has got speed. He has got tremendous shock absorber ulla player aanu. Bellingham pettannu poittu shock absorber udum. I think Kante will not be ready for this, because Kante kalichittilla. That would be a huge risk. If kalipikkaanengil veliya risk aayirikkum. There is a possibility he may get injured on that.
The safest option is Enzo and Kovacic. Enzo Kovacic click ആവും ശ്രീകാന്ത്. കാരണം എന്താന്ന് പറഞ്ഞാല് they both complement each other. കാരണം ഒരാൾ പോകുമ്പോൾ ഒരാൾ ബാക്കിൽ നിൽക്കുമ്പോൾ വേറൊരാൾ പോകുമ്പോൾ വേറൊരാൾ പോകുമ്പോൾ അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. ഈ ജക്കറിയയുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ജക്കറിയ വാണ്ട്സ് ടു പ്ലേ വൺ അപ്പ് ഫ്രണ്ട്. He's not a shielding player. ഈ എൻസോ എന്ന് പറയുന്ന പ്ലെയറിന് ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ എൻസോ can play a variety of roles. Enzo can play right in front of the center backs. Enzo can move to the wide areas and pick the ball. Enzo can join the attack. Enzo can actually shield the ball during corner flags. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. So I would prefer Enzo and Kovacic. That will be the better option. Cucurella, no chance, sir. Yadu Krishnan, I don't think Cucurella will start tomorrow. It will be Chilwell. Chilwell looks to be brilliant. ഒന്നും പറയാനില്ല. LCB-ല് അതായത് ഫൊഫാന, ബാദിയേഷ്യൽ ആൻഡ് കുക്കുറയ. പക്ഷെ ബാദിയേഷ്യൽ ഇല്ലല്ലോ നാളെ. അല്ല ബാദിയേഷ്യൽ അല്ലേ, കുലിബാലി. ഫൊഫാന, കുലിബാലി. ബാദിയേഷ്യലിന് പകരം കുക്കുറയ. No, I don't think that will be the case. I think it will be Chalaba. കാരണം എന്താ പറയുക, ചാലബ അവിടെ ചാലബാനെ കളിപ്പിക്കുമ്പോൾ the advantage എന്താ ഞാൻ പറഞ്ഞുതരാം. റീസ ജെയിംസ് can move freely on the right side because of ചാലബ. അല്ലെങ്കിൽ റീസയ്ക്ക് അത് മൂവ് ചെയ്യാൻ പറ്റില്ല. Because കുക്കറേല ഔട്ട് ഓഫ് പൊസിഷൻ ആയ റീസ will always be in trouble. He'll have to force and come to the center. അതൊരു I think it will be risky. I don't think he will take. അങ്ങനെ ഒരു റിസ്ക് എനിക്ക് തോന്നുന്നില്ല പുള്ളി എടുക്കും എന്നുള്ളത്. റീസ് ജെയിംസ് 100% ഫിറ്റ് ആണോ? റീസ് ഈസ് ഫിറ്റ്. ഇന്നത്തെ പുള്ളിയുടെ ഇതിന്റെ അനുസരിച്ചിട്ട് ഈ ഷുഡ് ബി ദാറ്റ് ടുമോറോ. നാളെ എന്തായാലും കളിക്കണം. കളിക്കാതിരിക്കാൻ ചാൻസ് ഇല്ല. അങ്ങനെ ഒരു ചാൻസ് കാണുന്നില്ല ഞാൻ അതിൽ ഇതിന്റെ ഇതിൽ. ഐ തിങ്ക് ഹി ഷുഡ് ബി റെഡി ടു പ്ലേ ടുമോറോ. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇതില്. റൈറ്റ്. റൂബൻ ലോഫ്റ്റസ്-ചീക്കിന് ഇനി കളിക്കാൻ ചാൻസ്? ഇതൊക്കെ ഗ്രഹാം പോട്ടറിന്റെ പൊന്നോമന പുത്രന്മാരാണ്. ഹാവേർട്സ്, റൂബൻ ലോഫ്റ്റസ്. കഴിഞ്ഞ കളി കളിച്ചുട്ടോ റൂബൻ ലോഫ്റ്റസ്-ചീക്ക്? അല്ല കളിച്ചു. ശ്രീകാന്ത് ഇതെന്താണെന്നറിയോ, ശ്രീകാന്ത് എന്താ പറയാ, നമ്മൾ ഓഫൺ നമ്മൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ നമ്മൾ ചില പ്ലെയേഴ്സിന്റെ കൺസിസ്റ്റൻസി റേഷ്യോനെ നമ്മൾ കമ്പയർ ചെയ്യും. ഇത് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാല് റൂബൻ ലോഫ്റ്റസ്-ചീക്ക് ഒരു ഇന്റലിജന്റ് പ്ലെയർ ആണ്. He's not a hard working player. Right. You would have understood that. He's not a hard worker. He's not an N'Golo Kante who will run like an engine from one place to another. Intelligent ഉള്ള പ്ലെയർ. ഈ ഇന്റലിജൻസ് ചില സമയത്ത് ഫ്രീസ് ആയി പോകും ഉണ്ട്. നമ്മളിപ്പം പക്ഷെ ആ ഫ്രീസ് ആകുമ്പോൾ ഉണ്ടല്ലോ, ആ ഫ്രീസിൽ നിന്ന് ആ 90 മിനിറ്റ്സിനുള്ളിൽ ഒരു സ്പാർക്ക് ഉണ്ടാക്കി തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കളിക്കാരനാണോ ലോക നിലവാരത്തിൽ ചോദിച്ചാൽ റൂബൻ ലോഫ്റ്റസ്-ചീക്ക് അല്ല. ഞാനിതിന് ഉദാഹരണം പറയാം. നമ്മൾ ഈ കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാൻ വേണ്ടിയാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഈഡൻ ഹസാർഡ് പലപ്പോഴും പല കളികളില് ഒരു 15-20 മിനിറ്റ് തണുത്ത മട്ട ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ പോവും തിരിച്ചു കൊടുക്കും, ഇങ്ങനെ പോവും തിരിച്ചു കൊടുക്കും, ഒന്നുമില്ല. സഡൻ സ്പാർക്ക് ഉണ്ടാവും. ശ്രീകാന്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു സഡൻ സ്പാർക്ക്, ഒരു 2 മിനിറ്റ്സ് 2 മിനിറ്റ് എവിടുന്നോ മേലെ നിന്നോ ഒരു ഇലക്ട്രിക് കറണ്ട് വന്ന പോലെയോ അല്ലെങ്കിൽ ആരോ ഒരു ഹൈ വോൾട്ടേജ് കറണ്ട് ശരീരത്തിൽ, ആ 2 മിനിറ്റിൽ ഹസാർഡ് അത് മാറ്റും. അങ്ങനെ ഇന്റലിജൻസ് പ്ലെയറിന് അതുകൊണ്ടാണ് പിച്ചിൽ വെക്കുന്നത്. റൂബൻ ലോഫ്റ്റസ്-ചീക്കിനെ ആ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താനേ പറ്റുള്ളൂ. ഹാർഡ് വർക്കിംഗ് അല്ല, ബോക്സ് ടു ബോക്സ് വേർ തൊലിച്ച് ചവിട്ടി ഒരുത്തന്റെ കാലൊടിച്ച് അല്ലെങ്കിൽ ഷർട്ട് പിടിച്ച് വലിച്ച് ടീമിന് വേണ്ടി യെല്ലോ കാർഡ് മേടിക്കുക, അങ്ങനത്തെ പ്ലെയർ അല്ല. അങ്ങനെ ഇല്ലാത്തൊരു പ്ലെയറിന് കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട് മാത്രമേ ടീമിൽ നിൽക്കൂ. ഇപ്പൊ ചെറിയൊരു ഉദാഹരണം പറയാം. ഞാൻ ഇന്നലെ രാത്രി ഇരുന്നിട്ട് റോമ യുവന്റസിന്റെ കളി ഫുള്ള് കണ്ടതാണ്. ഒരു ഗോളിന് ജയിച്ചു റോമ. ആ കളിയില് ശരിക്കും നോക്കിക്കഴിഞ്ഞാല് ഫസ്റ്റ് ഹാഫ് യുവന്റസ് കളിച്ചു, സെക്കൻഡ് ഹാഫ് റോമ കളിച്ചു. ശരിക്കും ആ ഫസ്റ്റ് ഹാഫിൽ റോമ നന്നായി കളിക്കാത്തതിന് കാരണം ഡൈബാല അത്ര നന്നായി കളിച്ചില്ല. പക്ഷെ ആ സെക്കൻഡ് ഹാഫിലുണ്ടല്ലോ ഡൈബാല കളിച്ചു. അപ്പൊ അതൊരു ഇന്റലിജന്റ് കോച്ചാണ്. ഒരു കോച്ച് അവനെ മാറ്റാത്തതിന് കാരണം ഇവന് 10 മിനിറ്റ് മതി കളി മാറ്റാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള പ്ലെയർ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു അവസ്ഥയാണ്, കഴിഞ്ഞതിന്റെ മുന്നിൽ താഴ്ചയാന്ന് തോന്നുന്നു. കളി കഴിയാൻ 3 മിനിറ്റ്, അതായത് ഇഞ്ചുറി ടൈമിൽ 3 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് മെസ്സിക്ക് ഒരു ഫ്രീ കിക്ക് കിട്ടുന്നത്. അപ്പോഴത്തേക്ക് മെസ്സി അവശനായി, ടയർഡായി.
എന്നിട്ടാ മെസ്സി ആ ഗോൾ അടിച്ച് ആ ടീമിനെ ജയിപ്പിക്കുന്നത്. സോ ഇന്റലിജൻസ് ഉള്ള പ്ലെയറിന് സ്പാർക്ക് വരും എന്നുള്ള പ്രതീക്ഷയാണ്. റൂബൻ ലോഫ്റ്റസ്-ചീക്ക് അങ്ങനെയുള്ള ഒരു പ്ലെയർ ആണെങ്കിൽ ആ സ്പാർക്ക് കൺസിസ്റ്റന്റ് ആയിരിക്കണം. RLCയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഇന്ന് നന്നായി കളിച്ചാൽ അടുത്ത കളി കംപ്ലീറ്റ്ലി ഔട്ടാ. കുറച്ച് സ്പാർക്ക് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കളിപ്പിക്കാം, പക്ഷെ കംപ്ലീറ്റ്ലി ഔട്ടാ. പിന്നെ അടുത്ത കളി വന്ന് കളിക്കും. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ശരിക്കും ആ മിഡ്ഫീൽഡിൽ ഒരു കമ്പോസിഷനില് ഒരു എനർജി ലെവല് ഇല്ല. ഇതിന്റെ എല്ലാം നമ്മളൊന്നും വേണ്ട. ശ്രീകാന്ത് കഴിഞ്ഞ കളി ശ്രദ്ധിക്കുമ്പോഴും ഇനിയുള്ള കളി ശ്രദ്ധിക്കുമ്പോഴേക്കുമേ എൻസോ എല്ലാ കളിയിലും ഒരു 2 മിസ് പാസ് ഉണ്ടാവും. അതായത് എതിർ ടീമിന്റെ പ്ലെയറിന് കൊടുക്കുന്ന പാസ്, അതായത് കുലിബാലി കൊടുക്കും, പ്രസ് വരും, ആ ബോൾ അറിയാതെ എൻസോയുടെ കാലിൽ നിന്ന് ഒരു അറ്റാക്കർക്ക് പോകും. പക്ഷേങ്കില് ആ 2 മിസ്സിലും നമ്മള് പ്ലെയറിനെ കുറ്റപ്പെടുത്താത്തതിന്റെ കാരണം എന്താ പറയാ, ആ ബോൾ മിസ്സാകുമ്പോൾ നമ്മൾ എന്താണ് വേറെ കോൺട്രിബ്യൂഷൻ ഉണ്ട് മൊത്തത്തില്. അല്ല, ആ ബോൾ എൻസോയുടെ കാലിന് മിസ്സായിട്ട് അത് ബോൾ കൗണ്ടർ ആയി വരുമ്പം എൻസോയുടെ പൊസിഷൻ എടുത്തിരിക്കും. മനസ്സിലായോ? എൻസോയുടെ പൊസിഷൻ എടുത്തിരിക്കും. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് ബോൾ മിസ്സായി, ബട്ട് ലെറ്റ് മീ റിക്കവർ മൈ പൊസിഷൻ. ഈ റൂബൻ ലോഫ്റ്റസ്-ചീക്കിൽ ഞാൻ കാണുന്നത് എന്താന്ന് പറഞ്ഞാല് ആ ബോൾ മിസ്സായാല് ആ പൊസിഷനിൽ തിരിച്ച് വരുന്നില്ല. ആ പൊസിഷനിൽ ആരെങ്കിലും വന്ന് റെസ്ക്യൂ ചെയ്യണം. അപ്പൊ എന്നിട്ട് പുള്ളി തിരിച്ചു വരും. എൻസോ കംസ് ബാക്ക്. ഇപ്പൊ കാണ്ടയും അത് തന്നെയാണ്. കാണ്ടയും പല സമയങ്ങളിൽ മിസ് പാസ് ഉണ്ട്, ബട്ട് കാണ്ടെ വിൽ റിക്കവർ ദാറ്റ് പൊസിഷൻ. ആ പൊസിഷൻ റിക്കവർ ചെയ്യും. അതൊറ്റ ഒരു കാരണമാണ് എനിക്ക് ഈ എന്താ പറയാ റൂബണിനെ കളിപ്പിക്കാൻ ഒരു പേടി. The boys are always practicing penalties. We have been prepared for it because it is a possibility we want to get it done. Kai has been the designated penalty taker. അങ്ങനെയെങ്കിലും ഗോൾ അടിക്കട്ടെ എന്നാണ് ഈ പെനാൽറ്റി എന്ന് പറയുന്നത്. ആരെ പറഞ്ഞതല്ലേ, പോട്ടറിന്റെ മോളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെന്നാ. അരുൺ, ഈ പെനാൽറ്റിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ? നമ്മൾ പലപ്പോഴും വിചാരിക്കും എടുക്കുന്ന ആൾക്കാണ് അഡ്വാൻറ്റേജ് ഗോൾ കീപ്പർക്കാണ്. കാരണം എന്താ പറയാ, ഗോൾ കീപ്പർ ക്യാൻ ചൂസ് വിച്ച് സൈഡ് ഹി വാണ്ട്സ് ടു ഡൈവ്. ഇതാണ് നമ്മൾ കോച്ചസ് പറയുന്നത്. ഞാൻ ഗോൾ കീപ്പർ ആണെങ്കിൽ എനിക്ക് ചൂസ് ചെയ്യാം ഏത് സൈഡ് ഡൈവ് ചെയ്യണം. ശ്രീകാന്ത് ആണ് എടുക്കുകയാണെങ്കിൽ ശ്രീകാന്ത് ഡിസൈഡ് ചെയ്യേണ്ടത് ഞാൻ ആദ്യം ഏത് സൈഡ് ഡൈവ് ചെയ്യും, അതിന്റെ എതിർ സൈഡ് ഞാൻ അടിക്കൂ എന്നുള്ളതാണ്. 2 ദൗത്യമുണ്ട് ശ്രീകാന്തിനവിടെ. എനിക്ക് ഒരു ദൗത്യമേ ഉള്ളൂ. മനസ്സിലായോ? ശ്രീകാന്ത്, നമ്മൾ കോച്ചിങ്ങിൽ എപ്പോഴും പറയുന്നത് അഡ്വാൻറ്റേജ് ഈസ് വിത്ത് ദ ഗോൾ കീപ്പർ. കാരണം ശ്രീകാന്ത് പെനാൽറ്റി എടുക്കുമ്പോൾ ഞാനാണ് ഗോൾ കീപ്പർ ആണെങ്കിൽ ഐ വിൽ ഡിസൈഡ് ഇൻ മൈ മൈൻഡ് ഐ എം ഗോയിങ് ടു ഡൈവ് ടു ദ ലെഫ്റ്റ്. ബട്ട് ശ്രീകാന്ത് അങ്ങനെയല്ല. ശ്രീകാന്ത് ഷായ് ചേട്ടൻ ലെഫ്റ്റ് ഡൈവ് ചെയ്യും, റൈറ്റിൽ ഞാൻ അടിക്കുകയും വേണം. കാരണം ശ്രീകാന്ത് പുറത്തടിക്കാം, ആ ബോൾ പുറത്തടിക്കാം റൈറ്റിൽ തന്നെ. യു ഹാവ് ടു ഹിറ്റ് ദ ടാർഗറ്റ്. സോ അപ്പം ഈ കായ് ഹാവേഴ്സ് ഇപ്പോൾ ഉള്ള ഒരു മാനസിക അവസ്ഥയിൽ 2 ദൗത്യമൊക്കെ ചെയ്യുമെന്ന് എനിക്ക് വലിയൊരു വിശ്വാസമില്ല. അല്ല, ഒരു ദൗത്യമൊക്കെ നടക്കും. എന്താണ് ഒരു സ്റ്റൈൽ ചെയ്തിട്ട് ചിപ്പ് ചെയ്തിട്ടൊക്കെ ഗോൾ അടിക്കുന്നത്. അപ്പൊ 3 ദൗത്യമായി. സ്കില്ലും കാണിക്കണം ഇതിന്റെ അകത്ത്. അതുമായി അതില്. Anyway, thank you, Shajee. Any last thoughts before we wind up today's discussion? No, it will be a tough game. If Chelsea score in the first half, they will qualify. If they don't score in the first half, it's going to be they difficult. will not qualify. That's my verdict. First 45 minutes is important. If I am the coach, I will tell them to play the 45 minutes. Just play the 45 minutes. Then come back and see where we are. Then we'll proceed on that point. Who is a player like John Terry, Costa, Belak? What is that question? Srikanth? നമ്മുടെ ഇപ്പൊ ആരാണ് അഗ്രസീവ് പ്ലേയേഴ്സ് ഉള്ളത് പഴയ പ്ലേയേഴ്സിനെ പോലെ? Silva is aggressive player. Thiago Silva is a very aggressive player. യങ് പ്ലേയേഴ്സിലാണോ ചോദിക്കുന്നത്? യങ് പ്ലേയേഴ്സിൽ റീസ ജെയിംസേ ഉള്ളൂ. വേറെ ആരും അങ്ങനെ ഒരു വലിയൊരു ചെൽസിയുടെ ബെസ്റ്റ് പ്ലെയർ ഫോർ ദിസ് സീസൺ ഇസ് തിയാഗോ സിൽവ, നോ ഡൗട്ട്. അയാൾ തന്നെയാണ്. കാരണം എല്ലാ കളികളും അയാൾ നന്നായി കളിച്ച കളിയാണ്. പിന്നെ എനിക്ക് ഞാൻ ഇന്നലെ ശരത് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു ഉത്തരമാണ്, the best young player so far this season, even though he played only limited games, is Badiashile. അവന് കൊടുത്ത എല്ലാ മാച്ചും അവൻ കളിച്ചു.
ഒരു പരാതി നമുക്ക് പറയാനില്ല. അത്രയും നന്നായി. ഹി ഹാസ് ടു ബി ദ ബെസ്റ്റ് യങ് പ്ലെയർ. എനിക്ക് തോന്നുന്നു ജാനുവരിയിലെ ബെസ്റ്റ് റിക്രൂട്ട്മെന്റ് അവനാ. ശരിക്കും പറഞ്ഞ റൂഡിഗറിന്റെ അഭാവം മാറ്റിയത് ബാദിഷയിലാണെന്ന് തന്നെ. അല്ല, അതുകൊണ്ടാണ് പലരും ഗോഡിയോൾ ജോസ്കോ ഗോഡിയോളിന്റെ പേര് പറഞ്ഞപ്പോഴും ഗോഡിയോൾ ഒന്നും ആവശ്യമില്ല. ആ പയ്യൻ നന്നായി കളിക്കുന്നുണ്ട്. അവൻ നല്ല കമ്പോസ്റ്റ് ആണ്, ഭയങ്കര കമ്പോസ്റ്ററാ കേട്ടോ. പാനിക് ആവില്ല അവൻ പാനിക്കാണ്. അവന്റെ അടുത്ത് ഓടി വന്നാലും അവൻ അറിയാം ബോൾ എന്ത് ചെയ്യണം. ഗോൾ കീപ്പർക്കാണെങ്കിൽ ഗോൾ കീപ്പർക്ക്, ലെഫ്റ്റിലാണെങ്കിൽ ലെഫ്റ്റില്, നടുക്കാണെങ്കിൽ നടുക്ക്, ക്ലാരിറ്റിയോടെ ചെയ്യുന്ന ഒരു പ്ലെയർ ആണ്. എന്നെ സംബന്ധിച്ചോളം ജാനുവരിയിലെ ദ ബെസ്റ്റ് ട്രാൻസ്ഫർ. ഈ മേ ബി ദ ലീസ്റ്റ് പെയ്ഡ് പ്ലെയർ. I don't know how much is the amount, but he looks to me the best player sign. മുഡ്രിക്കിനേക്കാളും നല്ല സൈനിങ് ആണ്, എൻസോനേക്കാളും നല്ല സൈനിങ് ആണ്. കാരണം അത്രയും കമ്പോഷർ ഒരു യങ് പ്ലെയർ ഇത്രയും ടോപ്പ് ലീഗിൽ കാണിക്കണ്ടെങ്കിൽ ഭയങ്കരമായിരുന്നു. ഒന്നും പറയാനില്ല. കാരണം ഞാൻ ചലബ ഈ പറഞ്ഞ സിൽവയുടെ കൂടെ കളിച്ച് കണ്ടിട്ടുണ്ട്. ചലബ ചില സമയത്തിൽ ഇത്തിരി ഓവർ ടെൻഷനായിട്ട് ഇത്തിരി പാനിക്കായിട്ട് മെസ്സി ആവുന്ന കണ്ടിട്ടുണ്ട്. ദിസ് ഗൈ വിത്ത് സിൽവയുടെ കൂടെ കളിച്ച ഒരു 3-4 മാച്ചസ് ബ്രില്യന്റ്. ഒന്നും പറയാനില്ല. ബട്ട് ആക്ച്വലി ടോപ്പ് ക്ലാസ്. ഒന്നും പറയാനില്ല. ഓക്കെ, ഗ്രേറ്റ്, താങ്ക്സ്. നാളെ പ്രീ മാച്ച് 12:30 അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ചെയ്യുന്നതായിരിക്കും. ലാസ്റ്റ് മിനിറ്റ് ഡിസിഷൻ ആണ്. ആരൊക്കെ ഉറക്കം ഒളിച്ച് കാത്തിരിക്കണമെന്നനുസരിച്ചിട്ട് നമുക്ക് ഒരു ഡിസ്കഷൻ നടത്താം. ലൈനപ്പ് കണ്ടിട്ട് ചീത്ത വിളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് നാളെ പ്രീ മാച്ച് ഡിസ്കഷൻ നടത്താം. Anyway, thanks Shajee. Thank you so much. Thank you all. Score prediction ഒക്കെ നാളെ ലൈനപ്പ് കണ്ടിട്ട് തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും. Thank you so much. Bye. Good night.